ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ഗംഭീരമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും കുറച്ച് ഫ്രണ്ട്സുകൾ കൂടിയിട്ട് ഇങ്ങനെ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി ഒരു വൈബായിരുന്നു. ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ ആ ഫുഡിൻ്റെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത്. കംപ്ലീറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോന്നും ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം പാടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഉള്ളതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. പായസമൊക്കെ 2 ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ സേമിയ പായസം, ഒന്ന് അടപ്പായസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സാമ്പാർ, രസം, പിന്നെ അവിയൽ, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പച്ചടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കുക്ക് ചെയ്തതൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നായിരുന്നു ഞങ്ങൾ ഈ പ്ലാനിങ്ങൊക്കെ. പക്ഷേ പ്ലാനിങ്ങൊക്കെ ഗംഭീരമായിട്ട് വിജയിച്ചു. ഞങ്ങൾ വിചാരിച്ചാലും സൂപ്പറായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ഏതായാലും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രക്കോളും ഞങ്ങളെ ഓണവിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണാം. ഇങ്ങനെ ഫ്രണ്ട്സുകളായാലും ഫാമിലി ആയാലും ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഒരു എനർജി അല്ലേ. കുറേ വിറ്റും തമാശകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയും ചിരിയോടെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ഗൾഫിൽ ഓണം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണത്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അവിടെ ഓണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ വീട്ടിൽ ഗംഭീരമായിട്ട് സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാ പ്രാവശ്യം ഉണ്ടാവലുണ്ട്. ഗംഭീരമായിട്ട് സദ്യയൊക്കെ ഒരുക്കാറുണ്ട്. എല്ലാവരും പാടെ കൂടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും വീട്ടിൽ വെച്ച് തന്നെ. അപ്പോൾ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഏതായാലും ഇവിടെ അങ്ങനൊരു ഓണപ്പരിപാടി ആഘോഷിക്കാനായി. ഏതായാലും ഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചു. അടിപൊളിയായി. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് പരിപാടിയൊക്കെ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഓണത്തിനും ഇതുപോലെയൊക്കെ പ്ലാൻ ചെയ്ത് നടത്തണം വിചാരിക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഫുഡൊക്കെ ഒന്നും പാടെ ഇങ്ങനെ കാണിക്കണം കേട്ടോ. ഏതായാലും പുളിഞ്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുളിഞ്ചെന്നല്ല, ഓരോ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ വെറൈറ്റി കൈകളല്ല. നമ്മളുണ്ടാക്കി തന്നെയല്ല എപ്പോഴും കഴിക്കുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ട് പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുമ്പോൾ അത് വേറെ ഫീല്. എല്ലാ പ്രാവശ്യവും ഓണസദ്യ നമ്മൾ ഫുഡ് കഴിക്കും, പക്ഷെ അത് പുറത്തുനിന്ന് വാങ്ങിയിട്ടായിരിക്കും കഴിക്കുക. നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങി കഴിക്കുക. അപ്പോൾ അത് വലിയ രസമില്ലല്ലോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് വേറൊരു രസം തന്നെയാണ്. പിന്നെ വായൻ്റെലൊക്കെ കഴിക്കാതെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എനർജിയാണ്. നാട്ടിൽ മാരില്ലല്ലോ, ഇവിടെ നമ്മൾ പൈസ എടുത്ത് വാങ്ങേണ്ട. വായൻ്റെലൊക്കെ നാട്ടിലാകുമ്പോൾ നമുക്ക് തൊടുക്കൊന്ന് ഇറങ്ങിയാൽ മതി വായൻ്റെല ഇട്ടാൻ. അപ്പം അങ്ങനെ വായൻ്റെലിൽ ഓരോ കൂട്ടാനായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേ ഐറ്റംസ് ഞങ്ങൾ ഉണ്ടാക്കിയാണ് ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും പാടെ അങ്ങനെ ഒത്തുപിടിച്ചാൽ ഇത്രേ ഉള്ളൂ പടി. അങ്ങനെ ഞങ്ങൾ 4 ആൾ കൂടിയിട്ടുണ്ടാക്കിയൊരു സദ്യയാണ് കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇത്ര ഉഷാറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്ലാൻ ചെയ്ത് ഒരു 2-3-4 ദിവസം മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര ഗംഭീരമാവും എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രക്കും ഉഷാറായി. കുറേ വെറൈറ്റി ഉപ്പേരിയും പിന്നെ കറികളും രസം ഇതൊക്കെ പല ഐറ്റംസ് ഉണ്ട്. എനിക്ക് തന്നെ പേര് പറയാൻ അത്രക്കും കൂട്ടാനുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് ഒരിടത്തുനിന്ന് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത്രയും ഗംഭീരമായിട്ട് ഞങ്ങൾക്കിത് പരിപാടിയൊക്കെ വിജയിപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് വന്ന പിന്നെ ഓളും ഹസ്ബൻഡിന് കൂടെ ഇരുന്നെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവർക്ക് കണ്ട് ആദ്യം കൊടുത്തതിൻ്റെ ദിവസം പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ ദിവസമാണ് നമ്മൾ കഴിച്ചതൊക്കെ. അപ്പോൾ അത് പായസമൊക്കെ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞ 2 ഐറ്റം. ഇത് അടപ്പായസമാണ്, പിന്നെ ഒന്ന് സേമിയ പായസം. അങ്ങനെ കുട്ടികളെ ഫുഡൊക്കെ കഴിഞ്ഞു. കുട്ടികളവിടെ എല്ലാവരും അപ്പുറത്ത് കളിക്കുകയാണ്. അപ്പം ഞങ്ങളാണിഞ്ഞ് അപ്പോൾ ഞങ്ങളിതാ ഇലയിലൊക്കെ കംപ്ലീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പം ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ഘട്ടമാണ് കേട്ടോ. നമ്മളതാ സേമിയ പായസം ഞാൻ എടുത്തിരുന്നത്. ചിലർക്ക് അടപ്പായസമായിരിക്കും. അപ്പോൾ ഞാൻ സേമിയ പായസത്തിലാണ് ഇപ്പോൾ അത് പപ്പടവും പായൊക്കെ കൂട്ടി കുഴച്ചിട്ട് ഇങ്ങനെ തിന്നണത്. ഇതൊരു ഭയങ്കര വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ കേട്ടോ ഇങ്ങനെ കഴിക്കണത്. ഇങ്ങനെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിട്ടോ.
ഞാൻ ഇങ്ങനെ ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ ഓണത്തിനായിട്ട് ഇങ്ങനെ കഴിക്കലില്ലാത്തപ്പോൾ കഴിക്കലില്ല. ഓണത്തിന് എന്തായാലും മസ്റ്റായിട്ട് ഏത് പായസമാണ് കിട്ടണോ ആ പായസത്തിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ഓണത്തിൻ്റെ വിശേഷം. ഹാപ്പി ഓണം.